ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ദ ബുക്ക് ഹൗസ്. നമ്മൾ ഇന്നൊരു സമ്മറി നോക്കാൻ പോവാണ്. ദ ഓവർ സ്റ്റോറി ബൈ റിച്ചാർഡ് പവേഴ്സ്. ഓവർ സ്റ്റോറിയുടെ ഒരു പ്ലോട്ട് സമ്മറിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഇതിൽ ഫസ്റ്റ് പാർട്ട് തുടങ്ങുമ്പോൾ നമ്മൾ കാണുന്നത് എപ്പോഴാണ് ഫസ്റ്റ് പാർട്ട് തുടങ്ങുന്നത്? 80s ഇവിടെ നമ്മളൊരു ഫാമിലിയെ കാണുന്നുണ്ട്, ഹോയൽ ഫാമിലി. ഈ ഫാമിലിയിലെ ജോർജ് ഹോവൽ എന്ന് പറയുന്ന ഒരാൾ ന്യൂയോർക്കിൽ നിന്ന് 6 ചെസ്നട്ടിനെ കൊണ്ടുവരുന്നുണ്ട്. ചെസ്നട്ട് അറിയാമല്ലോ. ചെസ്നട്ടിൻ്റെ പ്ലാന്റ്സിനെ കൊണ്ടുവന്നിട്ട് അവരുടെ ലോവ എന്ന് പറയുന്ന സ്ഥലത്തുള്ള പുതിയ വീട്ടിൽ നട്ടുപിടിപ്പിക്കുന്നുണ്ട്. അതിൽ 6 ഒരെണ്ണം മാത്രം എന്ത് ചെയ്യുന്നുണ്ട്, വളരെ വലിയൊരു മരമായിട്ട് വളർന്ന് പന്തലിക്കുന്നുണ്ട്. അങ്ങനെ കാലം പോയെ ആ നാട്ടിലെ ബാക്കിയുള്ള എല്ലാ ചെസ്നട്ട് ട്രീസും എന്ത് ചെയ്തു, ഇല്ലാണ്ടായി. ചെസ്നട്ട് ട്രീസ് ഇല്ലാണ്ടായി. ഈ സമയത്ത് ഈ ജോർജിൻ്റെ മകനാണെങ്കിൽ ഒരു ക്യാമറ വാങ്ങുന്നുണ്ട്. എന്നിട്ട് ഈ ചെസ്നട്ട് ട്രീയുടെ ഫോട്ടോ എടുക്കും. എല്ലാ മാസത്തിലും ഒരു ഫോട്ടോ വീതം എടുക്കും. ഈ ഒരു ഇതൊരു റിച്വലായിട്ട് തന്നെ കുറേ ജനറേഷൻസ് എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്തു പോന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ലേറ്റസ്റ്റ് ഹോവൽ, അയാളുടെ പേര് നിക്കോളാസ് എന്നാണ്. അയാളൊരു ആർട്ട് സ്റ്റുഡൻ്റ് ആണ്. അയാൾ ഒരു വർഷത്തെ ഒരു ക്രിസ്മസ് വെക്കേഷന് അവരുടെ ഫാമിലിയിൽ ഈ ഒരു ഫാം വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരികയാണ്. പിന്നെ നമ്മൾ കാണുന്ന ഈ ഒരാൾ നിക്ക് എന്ത് ചെയ്യാണ്, ഹി സ്റ്റാൻഡഡ് ഓൺ ദ റോഡ്. ഒരു സ്നോ സ്ട്രോം, ഒരു മഞ്ഞ് കാറ്റുണ്ടായിട്ട് അയാൾ എന്ത് ചെയ്യാണ്, റോഡിൽ സ്റ്റാൻഡഡ് ആവുകയാണ്. എന്നിട്ട് അയാൾ അവിടെ പെട്ടുപോയി. അടുത്ത ദിവസം രാവിലെ മാത്രമാണ് അയാൾക്ക് തിരിച്ച് എത്താൻ പറ്റുന്നത്. അങ്ങനെ രാവിലെ അയാൾ എത്തുമ്പോൾ അയാൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഫാമിലി ഒരു ഗ്യാസ് ലീക്ക് ഉണ്ടായിട്ട് അയാളുടെ ഹോൾ ഫാമിലി കൊല്ലപ്പെട്ട ഒരു ദൃശ്യമാണ് രാവിലെ വരുമ്പോൾ അയാൾ കാണുന്നത്. ഇനി ബാക്കി ഭാഗം നമ്മൾ കാണുന്നത് ചൈനയിലാണ്. ചൈനയിൽ നമ്മൾ ഒരാളിനെ പരിചയപ്പെടുന്നുണ്ട്. അയാളുടെ പേര് മാ സിഹുസിൻ എന്നാണ്. അയാൾ എന്ത് ചെയ്യാണ്, എൻജിനീയറിംഗ് പഠിക്കാൻ വേണ്ടിയിട്ട് ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുകയാണ്. ആ സമയത്ത് അയാൾ പോകുന്നതിന് മുന്നേ അയാളുടെ അച്ഛൻ അയാൾക്ക് അവരുടെ ഫാമിലിയുടെ ഒരു ട്രഷർ, ജനറേഷൻസായിട്ട് കൈമാറി വന്ന ഒരു ട്രഷർ മോന് കൈമാറുകയാണ്. എന്താണ് ആ ട്രഷർ? 3 റിങ്സാണ്, ജേഡ് റിങ്സാണ്. അത് കാർവ്ഡ് ലൈക്ക് ട്രീസ്. പിന്നെ വേറൊരു സാധനം എന്ന് പറഞ്ഞാൽ ഒരു ഏൻഷ്യൻ്റ് സ്ക്രോളാണ്. അതിൽ ബുദ്ധിസ്റ്റ് അഡപ്റ്റ്സൊക്കെ പോർട്രേ ചെയ്തിട്ടുള്ളൊരു സ്ക്രോളാണ്. ഈ 2 സാധനങ്ങളാണ് അച്ഛൻ മകന് കൊടുക്കുന്നത്. അങ്ങനെ ഇയാൾ എന്ത് ചെയ്യാണ്, അമേരിക്കയിലേക്ക് പോയി. അവിടെ എത്തുമ്പോൾ വിൻസ്റ്റൺ മാ എന്ന് പറയുന്നൊരു പേരൊക്കെ സ്വീകരിക്കുന്നുണ്ട്. അമേരിക്കയിലെത്തിയിട്ട് അയാളവിടെ കല്യാണം കഴിച്ചു. ഭാര്യയുടെ പേര് ഷാർലറ്റ് എന്നാണ്. അയാളും ഭാര്യയും കൂടി അവരുടെ ഇലിനോസ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള വീട്ടിൽ ഒരു മൾബറി ട്രീ വെച്ച് പിടിപ്പിക്കുന്നുണ്ട്. അവർക്ക് 3 പെൺകുട്ടികളാണ്, മീമി, കാർമൻ ആൻഡ് അമേലിയ. മീമിയും എൻജിനീയറിംഗ് ആണ് പഠിക്കുന്നത്. ഒരു ദിവസം ഇവരുടെ അച്ഛൻ വിൻസ്റ്റൺ മാന്തിയാണ് ഈ കുട്ടിയെ, മീമിയെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അച്ഛൻ ഡിപ്രസ്ഡ് ആയിട്ട് ഇരിക്കുന്നു എന്ന് ഇവൾക്ക് തോന്നുന്നുണ്ട്. അത് കണ്ടിട്ട് എന്താ പറ്റിയെന്ന് ഓർത്തിട്ട് ഇവൾ കുറച്ച് വറീഡ് ആവുന്നുമുണ്ട്. അതിനുശേഷം ഈ ഒരു ഇൻസിഡൻറ്റിന് ശേഷം കുറച്ച് മാസങ്ങൾ കഴിയുമ്പോൾ ഇയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ആ മൾബറി മരത്തിൽ അതിൻ്റെ ചോട്ടിൽ എന്ത് ചെയ്യാണ്, തൂങ്ങി മരിക്കുകയാണ് ചെയ്യുന്നത്. ആ ഒരു സംഭവത്തോടു കൂടി ഇവരുടെ അമ്മയുള്ള ഷാർലറ്റ് എന്ത് ചെയ്യാണ്, ഡിമെൻഷ്യയിലേക്ക് വഴുതി വീഴുകയാണ്. അവരുടെ ഫാമിലി ട്രഷേഴ്സ് എല്ലാം അവരുടെ മക്കൾക്ക് 3 പേർക്കുമായിട്ട് ഭാഗിച്ചു കൊടുക്കുന്നുമുണ്ട്. അടുത്ത സെക്ഷനിൽ നമ്മൾ പുതിയൊരാളിനെ പരിചയപ്പെടാൻ പോവുകയാണ്. അയാളുടെ പേര് ആഡം ആപ്പിച്ച് എന്നാണ്. ഓരോ സെക്ഷനിലും നമ്മൾ ഓരോ ആൾക്കാരെ കാണുക കേട്ടോ. അപ്പോൾ ഈ ഒരു മനുഷ്യനെ പറ്റി നോക്കുകയാണെങ്കിൽ ഇദ്ദേഹം 1960s ജീവിച്ചു പോന്നിട്ടുള്ളത്. അദ്ദേഹത്തിന് 4 സിബ്ലിങ്സ് ഉണ്ട്. ഇങ്ങനെ ഓരോ കുട്ടി ജനിക്കുമ്പോഴും ഇയാളുടെ അച്ഛൻ എന്ത് ചെയ്യും, ഓരോ ട്രീസ് പ്ലാന്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ആഡമിൻ്റെ ട്രീ എന്ന് പറയുന്ന ഒരു മേപ്പിൾ ട്രീ ആണ്. ആഡമിനെ പറ്റി നോക്കുകയാണെങ്കിൽ അയാൾക്ക് ബാക്കിയുള്ള കുട്ടികളുമായിട്ടൊന്നും വളരെ നന്നായിട്ട് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല. അയാൾക്ക് ആകെ ഒരു കണക്ഷൻ ഉള്ളത് അയാളുടെ സിസ്റ്ററായിട്ടുള്ള ജീനുമായിട്ട് മാത്രമാണ്. അതേസമയം ഇയാൾക്ക് ഇൻസെക്ട്സിനെ പറ്റി പഠിക്കാൻ വളരെ താല്പര്യമാണ്. അയാൾക്ക് 13 വയസ്സുള്ളപ്പോൾ അയാളുടെ ഓൾഡ് സിസ്റ്ററായിട്ടുള്ള ലേ എന്ത് ചെയ്യാണ്, ലേയെ കാണാതാവുന്നുണ്ട്, മിസ്സിങ് ആവുന്നുണ്ട്. ഇനി ഇയാൾ ഹൈസ്കൂളിലാകുമ്പോൾ ഇയാളൊരു ചെറിയ ബിസിനസ്സൊക്കെ തുടങ്ങുന്നത് നമ്മൾ കാണുന്നുണ്ട്. ബിസിനസ് എന്ന് പറഞ്ഞാൽ വേറൊന്നുമല്ല, അയാളുടെ ക്ലാസ്സിലുള്ള പിയർ ഗ്രൂപ്പിൽ അയാൾ അവരുടെ ഹോംവർക്ക്സൊക്കെ ചെയ്തു കൊടുക്കും. അങ്ങനെ ഒരു ചെറിയ ബിസിനസ്. പക്ഷേ ഇങ്ങനെ ബാക്കിയുള്ളവർക്ക് ഹോംവർക്ക്സൊക്കെ ചെയ്തു കൊടുക്കുന്ന സമയത്ത് ഇയാൾ സ്വയം പഠിക്കാൻ ഉഴപ്പിയിട്ട് ഇയാളുടെ ഗ്രേഡ്സൊക്കെ കുറയുന്നുണ്ട്. ഒരു ദിവസം അയാളൊരു ബുക്ക് വായിക്കുന്നുണ്ട്, ഓൺ സോഷ്യൽ സൈക്കോളജി. അങ്ങനെ ആ ബുക്ക് വായിച്ചിട്ട് അയാൾ ഭയങ്കര എൻത്രാൾഡ് ആവും. അങ്ങനെ സ്കൂളൊക്കെ കഴിഞ്ഞ് അയാൾ കോളേജിൽ അപ്ലൈ ചെയ്യാൻ ഉള്ള ഒരു സമയമാകുമ്പോഴേക്കും അയാൾ ഈ ബുക്കിൻ്റെ ഓഥറിന് ഒരു പേഴ്സണൽ ലെറ്റർ എഴുതുന്നുണ്ട്. ഈ ബുക്കിൻ്റെ ഓഥർ ഫോർച്യൂണ കോളേജിൽ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അയാൾക്കൊരു പേഴ്സണൽ ലെറ്ററൊക്കെ എഴുതുന്നുണ്ട്.
ഇനി നമ്മൾ വേറെ രണ്ടാൾക്കാരെ പരിചയപ്പെടുകയാണ്, റേ ബ്രിക്മാനും ഡൊറോത്തി കാസിലിയും. ഇവരൊരു ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ലോയറും മറ്റേയാൾ സ്റ്റെനോഗ്രാഫറുമാണ്. ദേ സ്റ്റാർട്ടഡ് ഡേറ്റിംഗ്. അതുപോലെ തന്നെ ഒരുമിച്ച് പ്ലേസൊക്കെ പെർഫോം ചെയ്യാൻ, അമച്വർ തിയേറ്ററിൽ ഒരുമിച്ച് പെർഫോം ചെയ്യാനൊക്കെ തുടങ്ങുന്നുണ്ട്. റേ ആണെങ്കിൽ ഒരു ഇന്നസെൻറ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഒരാളാണ്. അതേസമയം ഡൊറോത്തി ഈസ് മോർ അൺപ്രഡിക്റ്റബിൾ. അങ്ങനെ ഇവർ ആദ്യമായിട്ട് ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പ് ഉണ്ടായതിന് ശേഷം റേ ഡൊറോത്തിയോട് അയാളെ കല്യാണം കഴിക്കാൻ ആവശ്യപ്പെടുന്നുണ്ട്. അപ്പോൾ ഇവർ പലതവണ ബ്രേക്കപ്പ് ആവുകയും പിന്നീട് പാച്ചപ്പ് ആവുകയൊക്കെ ചെയ്ത് അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഫൈനലി അവരൊരു വെക്കേഷന് പോയിരിക്കുകയാണ് റോമിൽ. അവിടെ വെച്ചിട്ട് അവർ വിവാഹം കഴിക്കുന്നുണ്ട്. അപ്പോൾ വിവാഹത്തിന് ശേഷം അവരൊരു പ്ലാൻ ഉണ്ടാക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരൊരു കാര്യം തീരുമാനിക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഓരോ ആനിവേഴ്സറിക്കും നമ്മുടെ യാർഡിൽ ഒരു പുതിയ മരം വെച്ച് പിടിപ്പിക്കാം എന്നുള്ളൊരു ഡിസിഷനാണ് അവരെടുക്കുന്നത്. ഇനി നമ്മൾ കാണുന്നത് ഡൗഗ്ലാസ് പാവ്ലിക് എന്ന് പറയുന്ന ഒരു യങ് മാനെയാണ്. അയാളൊരു എക്സ്പെരിമെൻറ്റിൽ ടേക്ക് പാർട്ട് ചെയ്യുകയാണ്. എക്സ്പെരിമെൻ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റാൻഫോർഡ് പ്രിസൺ എക്സ്പെരിമെൻറ്റ്. അത് ഒരു സൈക്കോളജിക്കൽ സ്റ്റഡിയാണ്, പക്ഷേ സൂൺ അതൊരു ടോർച്ചറും അബ്യൂസും ഒക്കെ ആയിട്ട് മാറുന്നുണ്ട്. അങ്ങനെ ഇയാൾ US എയർഫോഴ്സിൽ എൻലിസ്റ്റ് ചെയ്യപ്പെടുകയും ഒരു സർജൻ്റായിട്ട് മാറുന്നുണ്ട് തായ്ലൻഡിൽ. ഒരു ദിവസം അയാളുടെ പ്ലെയിന് ഒരു മിസൈലുമായിട്ട് കൂട്ടിയിടിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ പ്ലെയിനിൽ നിന്ന് താഴേക്ക് വീഴുന്നിട്ട് ഒരു ഇനോർമസ് ബനിയൻ ട്രീയിലാണ് വന്ന് പതിക്കുന്നത്. ആ ഒരു വീഴ്ചയിൽ അയാളുടെ കാലിന് പരിക്ക് പറ്റുന്നുണ്ട്. അയാൾ അവിടെ നിന്ന് റെസ്ക്യൂ ചെയ്ത് ഡിസ്ചാർജ് ചെയ്യുന്നുണ്ട്. അതിനുശേഷം അയാൾ അമേരിക്കയിലേക്ക് തിരികെ പോകുന്നുണ്ട്. പിന്നെ ഇഡാഹോ എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് ഒരു ഐസൊലേറ്റഡ് ഹോഴ്സ് റാഞ്ചിൽ വെച്ചിട്ടാണ് അവിടെ അയാൾ ഐസൊലേറ്റഡ് ആവുന്നുണ്ട്. അതിനുശേഷം ഹീ ഡ്രൈവ്സ് ടു ഒറിഗോൺ. അങ്ങനെ യാത്ര ചെയ്യുമ്പോൾ ബിയോണ്ട് ദ എഡ്ജ് ഓഫ് ദ ഹൈവേ അയാൾ കുറേ ഹിൽ സൈഡ്സ് കാണുന്നുണ്ട്. ഈ ഹിൽ സൈഡ്സ് എല്ലാം തന്നെ എൻറ്റയർലി ക്ലിയർ കട്ടായിരുന്നു. ആ ഒരു കാഴ്ച കണ്ടിട്ട് അയാൾ കുറച്ച് ഡിസ്റ്റർബ്ഡ് ആവുന്നുണ്ട്. അങ്ങനെ അയാളൊരു ജോലി അല്ലെങ്കിൽ ഒരു മിഷൻ ഏറ്റെടുക്കുന്നുണ്ട്. എന്താണ് മിഷൻ? പ്ലാന്റിങ് തൗസൻഡ്സ് ഓഫ് ഡോഗ്ലാസ് ഫിർ സീഡ്ലിങ്സ്. കുറേ ചെടികൾ, തൗസൻഡ്സ് ഓഫ് ചെടികൾ വെച്ച് പിടിപ്പിക്കാനുള്ളൊരു ദൗത്യം അയാൾ എന്ത് ചെയ്യുന്നുണ്ട്? ഏറ്റെടുക്കുന്നുണ്ട്. ഇനി നമ്മൾ വേറെ കുറച്ച് ആൾക്കാരെ പരിചയപ്പെടാൻ പോവുകയാണ്. ആദ്യം കാണുന്ന ഒരു ചെറിയ കുട്ടിയാണ്, 7 years ഓൾഡ്, നീലൈ മേത്ത. നീലൈ മേത്ത എന്ന് പറയുന്നത് ഇന്ത്യൻ ഇമിഗ്രൻസിൻ്റെ കുട്ടിയാണ്. അവരുടെ ഫാദർ എന്ന് പറഞ്ഞാൽ ബാബുലാണ്. ബാബുൽ അങ്ങനെ ഒരു ദിവസം അയാളുടെ വീട്ടിലേക്ക് ഒരു കമ്പ്യൂട്ടർ കിറ്റ് കൊണ്ടുവരുന്നുണ്ട്, ഒരു ഏർലി കമ്പ്യൂട്ടർ കിറ്റ്. അയാൾ വർക്ക് ചെയ്യാൻ യൂസ് ചെയ്യുന്നൊരു കമ്പ്യൂട്ടർ കിറ്റാണത്. അത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. അങ്ങനെ ഈ കുട്ടിയും അച്ഛനും കൂടി, നീലയും ബാബുലും ചേർന്ന് ഈ ഒരു കമ്പ്യൂട്ടർ അസംബിൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ നീലയ്ക്ക് ഈ ഒരു സാധനം, ഈ ഒരു കമ്പ്യൂട്ടർ പ്രോഗ്രാം ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാവുന്നുണ്ട്, ഭയങ്കര ഒബ്സസ്ഡ് ആവുന്നുണ്ട്. ഒരു ദിവസം സ്കൂളിൽ വെച്ചിട്ട് ഈ കുട്ടിയുടെ ടീച്ചർ ഈ കുട്ടിയുടെ നോട്ട്ബുക്ക് എടുത്ത് നോക്കുമ്പോൾ അതിൽ കുറേ കമ്പ്യൂട്ടിംഗ് വർക്ക്സ് ആണുള്ളത്. ആൻഡ് ഹീ കേഴ്സസ് അറ്റ് ഹർ, ഈ നോട്ട്ബുക്ക് എടുത്ത് നോക്കിയ കാര്യത്തിൽ. അങ്ങനെ ഈ കുട്ടിക്ക് ഭയങ്കര നാണക്കേട് തോന്നുന്നുണ്ട് ടീച്ചർ ഇതൊക്കെ കണ്ടപ്പോൾ. അങ്ങനെ ഈ കുട്ടി എന്ത് ചെയ്യാണ്, പെട്ടെന്നൊരു ട്രീയിലേക്ക് വലിഞ്ഞു കയറിയിട്ട് അവിടെ നിന്ന് താഴെ വീഴുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ ബാക്ക് ബോൺ ഇഞ്ചേർഡായിട്ട് പാരലൈസ്ഡ് ആയി പോകുന്നുണ്ട്. അരയ്ക്ക് താഴെ പാരലൈസ്ഡ് ആയി പോകുന്നുണ്ട്. അവിടെ നിന്ന് ഹൈസ്കൂളിലൊക്കെ ആ കുട്ടി എന്ത് ചെയ്യാണ്, വീൽ ചെയറിലാണ് പൊയ്ക്കൊണ്ടിരുന്നത്. അതിനുശേഷം ആ കുട്ടി എന്ത് ചെയ്യാണ്, സ്റ്റാൻഫോർഡിൽ അഡ്മിഷൻ എടുക്കുന്നുണ്ട്. ആ കുട്ടി വളരെയധികം ഒരു ജീനിയസാണ്, കോഡിങ്ങിലൊക്കെ ഭയങ്കര ജീനിയസാണ്. അതുകൊണ്ട് തന്നെ 2 വർഷം പ്രയറായിട്ട് ആ കുട്ടിക്ക് സ്റ്റാൻഫോർഡിലൊക്കെ അഡ്മിഷൻ കിട്ടുന്നുണ്ട്. അങ്ങനെ കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ ഡിസൈൻ ചെയ്യാൻ തുടങ്ങുന്നുണ്ട്. ഡിസൈൻ ചെയ്ത കമ്പ്യൂട്ടർ ഗെയിംസൊക്കെ ആ കുട്ടി ഫ്രീ ആയിട്ടാണ് കൊടുക്കാറുണ്ടായിരുന്നത്. അങ്ങനെ ലേറ്റസ്റ്റ് ഗെയിം, പുതിയതായിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഗെയിമിനെ പറ്റി റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടി വീൽ ചെയറിൽ എവിടെ പോകുന്നുണ്ട്, സ്റ്റാൻഫോർഡിൻ്റെ ഔട്ട്ഡോർ ടെറാറിയത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പോഴാണ് അവിടുത്തെ കുറേ ട്രീസിനെ ആ കുട്ടി ആദ്യമായിട്ട് കാണുന്നത്. ആ ഒരു കാഴ്ച, വെറൈറ്റി ഓഫ് ഏലിയൻ ലുക്കിംഗ് ട്രീസാണ് അവിടെ ഉണ്ടായിരുന്നത്. ആ ഒരു കാഴ്ചയിൽ ആ കുട്ടി എന്ത് ചെയ്യാണ്, സ്റ്റണ്ടായി പോവാണ്. അവിടെ നിന്നാണ് തൻ്റെ പുതിയ ഗെയിം എങ്ങനെയുള്ളൊരു ഗെയിമായിരിക്കണം എന്നതിനെ പറ്റി ആ കുട്ടിക്കൊരു വിഷൻ കിട്ടുന്നത്. എങ്ങനെയുള്ള ഗെയിമായിരിക്കണം? ആ ഗെയിം ദാറ്റ് ഈസ് എൻ എൻറ്റയർ ഇമേഴ്സീവ് വേൾഡ് ഫോർ ഇറ്റ്സ് പ്ലെയേഴ്സ്. അങ്ങനെയുള്ളൊരു ഗെയിമാണ്. അതിൻ്റെ പ്ലെയേഴ്സിന് ഒരു എൻറ്റയർ ഇമേഴ്സീവ് വേൾഡായി മാറാൻ കഴിയുന്ന ഒരു ഗെയിമാണ് താൻ ഇനി ഡിസൈൻ ചെയ്യേണ്ടത് എന്ന കാര്യം അവിടെ വെച്ച് ആ കുട്ടി എന്ത് ചെയ്യാണ്, തിരിച്ചറിയുകയാണ്. ഇനി നമ്മൾ കാണുന്നത് പാട്രിക്ക വെസ്ഫോർഡിനെയാണ്. ആ കുട്ടി ഒരു ഡെഫ് ചൈൽഡാണ്. ആൻഡ് ഗ്രോയിങ് അപ്പ് ഷീ വാസ് ഒബ്സെസ്ഡ് വിത്ത് പ്ലാന്റ്സ്. ആ കുട്ടിയുടെ അച്ഛൻ ബില്ലുമായിട്ട് ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു കുട്ടിയാണ്.
അച്ഛൻ എപ്പോൾ ഓഫീസ് ട്രിപ്പ് അല്ലെങ്കിൽ വർക്ക് ട്രിപ്പൊക്കെ പോകുന്നു അപ്പോഴൊക്കെ ഈ കുട്ടിയെ കൂടെ കൂട്ടാറുണ്ട്. വർക്ക് ട്രിപ്പ് മിക്കവാറും എങ്ങോട്ടേക്കാണ് പോകുന്നത്, ഒഹിയോ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഫാമുകളൊക്കെ വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ അച്ഛൻ അവിടെ കാണുന്ന ട്രീസിനെ പറ്റിയൊക്കെ ഈ കുട്ടിക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കും. അങ്ങനെ പാട്രീഷ്യയ്ക്ക് 14 വയസ്സുള്ളപ്പോൾ അച്ഛൻ എന്ത് ചെയ്യാണ്, അച്ഛൻ ഒരു കാർ ക്രാഷിൽ മരിച്ചു പോവുകയാണ്. അതിനുശേഷം അവൾ ബോട്ടണിയാണ് കോളേജിൽ പഠിക്കുന്നത്. അതിനുശേഷം ഫോറസ്ട്രി സ്കൂളിൽ ചേരുന്നുണ്ട്. അങ്ങനെ അവിടെ റിസർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവളൊരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ഈ ട്രീസ് തമ്മിൽ പരസ്പരം അവർ റിലീസ് ചെയ്യുന്ന ഒരു ഗ്യാസ് വഴി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട് എന്നവൾ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ അതിനെ പറ്റി അല്ലെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു ആർട്ടിക്കിൾ എന്ത് ചെയ്യാണ്, പബ്ലിഷ് ചെയ്യുകയാണ്. ഈ ആർട്ടിക്കിൾ തുടക്കത്തിൽ വളരെ പോപ്പുലർ ആവുകയും അതേസമയം കുറേ പ്രോമിനൻ്റ് ആയിട്ടുള്ള സയൻറ്റിസ്റ്റ് എന്ത് ചെയ്യാണ്, ഈ കുട്ടിയുടെ ഈ ആർട്ടിക്കിളിനെ ഭയങ്കരമായിട്ട് ബ്രൂട്ടലി കണ്ടം ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കുട്ടിയുടെ ജോബൊക്കെ നഷ്ടപ്പെട്ട് അയാളീ ഡിപ്രസ്ഡായി മാറുന്നുണ്ട്. ആൾമോസ്റ്റ് കമ്മിറ്റിംഗ് സൂയിസൈഡ് ബൈ ഈറ്റിംഗ് പോയ്സൺഡ് മഷ്റൂംസ്. അങ്ങനെ ജോലി പോയതിന് ശേഷം ഒരുപാട് വർഷങ്ങൾ ഒരുപാട് ഓഡ് ജോബ്സൊക്കെ ചെയ്തിട്ട് കുട്ടി ജീവിച്ചു. ഹെഡിങ് വെസ്റ്റ്. പിന്നെ ആ കുട്ടി ബ്യൂറോ ഓഫ് ലാൻഡ് മാനേജ്മെൻറ്റ് BLM അവിടെ വർക്ക് ചെയ്യാൻ തുടങ്ങി. ഷീ സ്റ്റാർട്ടഡ് ലീവിങ് എലോൺ ഇൻ ദ വുഡ്സ്. ആ സമയത്ത് വേറെ ചില സയൻറ്റിസ്റ്റുകൾ ഈ കുട്ടിയുടെ പഴയ ആ ഒരു ആർട്ടിക്കിളിലെ പഠനത്തിനെ ശരിവെക്കുന്ന രീതിയിലുള്ള മറ്റ് ചില വർക്ക്സൊക്കെ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് അവൾ ഫോറസ്റ്റിൽ വെച്ചിട്ട് 2 മെന്നിനെ എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആ കുട്ടിയുടെ പഠനങ്ങൾ ശരിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം ആ കുട്ടിയുടെ ജീവിതം മൊത്തത്തിൽ അവരുടെ ഒപ്പം റിസർച്ച് സ്റ്റേഷനിൽ സ്പെൻഡ് ചെയ്യാൻ, പഠിക്കാനും അവിടെ തന്നെ ജീവിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മാറ്റിവെക്കുന്നുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, അവിടുത്തെ സ്റ്റേഷൻ മാസ്റ്ററായിട്ടുള്ള ഡെന്നിസ് ആ കുട്ടിയോട് മാരേജ് പ്രപ്പോസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അയാൾ പറയുന്നതെന്ന് വെച്ചാൽ ഈവൻ ആസ് എ കപ്പിൾ വി ക്യാൻ സ്റ്റിൽ ലിവ് അപ്പാർട്ട് എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അത് ആ കുട്ടിക്ക് കൺവീനിയൻ്റ് ആയിട്ട് തോന്നിയിട്ട് പട്രീഷ്യ ഹാപ്പിലി അത് അക്സെപ്റ്റ് ചെയ്യുന്നുണ്ട്. ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് ഒലീവിയ വാൻഡഗ്രിഫിനെയാണ്. ഷീ ഈസ് എ കോളേജ് സ്റ്റുഡൻറ്റ്. ആക്ടോറിയൽ സയൻസ് ആണ് പഠിക്കുന്നത്. ആ കുട്ടിയുടെ മോസ്റ്റ് ഓഫ് ദ ക്ലാസ്സസും ഒക്കെ മിസ് ചെയ്തിട്ട് ഇങ്ങനെ പാർട്ടി ചെയ്ത് നടക്കുന്നൊരു കുട്ടിയാണ്. റീസെൻ്റ്ലി അവളുടെ ഒരു ഫെല്ലോ സ്റ്റുഡൻറ്റിനെ ഇഷ്ടപ്പെട്ട് കല്യാണം കഴിച്ചിട്ടുമുണ്ട്. പക്ഷേ അവരുടെ ബന്ധം അധികം മുന്നോട്ട് പോയില്ല. വളരെ പെട്ടെന്ന് അവർ ഡിവോഴ്സ്ഡ് ആവുന്നുണ്ട്. ഓൺ ദ ഡേ ഓഫ് ഹർ ഡിവോഴ്സ് എന്ത് ചെയ്യാണ്, ഷീ ഗെറ്റ്സ് ഹൈ. എന്നിട്ട് അവൾ കുളിക്കാൻ വേണ്ടിയിട്ട്, അതുകൊണ്ട് തന്നെ അവൾ കുളിക്കാൻ വേണ്ടിയിട്ട് ഒരു ഷവർ എടുക്കാൻ വേണ്ടി പോകുന്നുണ്ട്. അപ്പോൾ അവളുടെ വീട്ടിലെ ഒരു സോക്കറ്റിൽ നിന്ന് അവൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, വൈദ്യുതി ആഘാതം ഏൽക്കുന്നുണ്ട്. ആ സമയത്ത് അവളുടെ ഹാർട്ട് എന്ത് ചെയ്യുന്നുണ്ട്, സ്റ്റോപ്പായി പോകുന്നുണ്ട്. ആഫ്റ്റർ 70 seconds ഒലിവിയയുടെ ഹാർട്ട് വീണ്ടും ബീറ്റ് ചെയ്യാൻ തുടങ്ങുന്നുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോഴേക്കും അവൾക്കൊരു മിസ്റ്റീരിയസ് ആയിട്ടുള്ള ഒരു ലൈറ്റ് അവളെ കോണ്ടാക്ട് ചെയ്യാൻ തുടങ്ങുന്നതായിട്ട് ഫീൽ ചെയ്യുന്നു എന്നും പറയുന്നുണ്ട്. ആ ഒരു ലൈറ്റ്, ആ ഒരു ബീങ്സ് ഓഫ് ലൈറ്റ് അവളെ എന്ത് ചെയ്തു എന്നാണ് പറയുന്നത്, അവളെ ലീഡ് ചെയ്തു. എന്തിനു വേണ്ടിയിട്ടാണ് ലീഡ് ചെയ്തത്, അവളുടെ ക്ലാസ്സസൊക്കെ അബാൻഡൻ ചെയ്തിട്ട് വെസ്റ്റിലേക്ക് പോകാൻ. വെസ്റ്റിൽ എന്ത് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഈ റെഡ്വുഡ് ട്രീസ്, കാലിഫോർണിയയിലെ റെഡ്വുഡ് ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് ആക്ടിവിറ്റ്സ് ഉണ്ട്. അവരുടെ കൂടെ ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ലൈറ്റ് ഇവളെ ഡ്രൈവ് ചെയ്തു അല്ലെങ്കിൽ ലീഡ് ചെയ്തു എന്നാണ് പറയുന്നത്. അങ്ങനെ അങ്ങോട്ടേക്ക് പോകുന്ന വഴിക്ക് നമ്മുടെ പഴയ ഹോവൽ ഫാം ഉണ്ടല്ലോ, അവിടെ അവൾ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് ആ ഫാമിൽ ഇറങ്ങുന്നുണ്ട്. നമ്മുടെ ആ പഴയ ചെസ്നട്ട് ട്രീ ഉണ്ടല്ലോ, ആൻഡ് ദ ട്രീ ഈസ് ഡൈയിങ് നൗ. അതുപോലെ തന്നെ നിക്കസ് ട്രൈങ് ടു ഗെറ്റ് റിഡ് ഓഫ് എസ് ആർട്ട്. അങ്ങനെ ഒലീവിയ നിക്കിനോട് അവളുടെ കൂടെ ചേരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നുണ്ട്. അയാളത് എഗ്രി ചെയ്യുന്നുണ്ട്. ആൻഡ് അവരെന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഗ്രൂപ്പിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പിൻ്റെ പേര് ലൈഫ് ഡിഫെൻസ് ഫോഴ്സ് എന്നാണ്. അവർ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ റെഡ്വുഡ് ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കമ്മിറ്റഡ് ആയിട്ടുള്ളൊരു ഗ്രൂപ്പാണ്. ഇവർ രണ്ടുപേരും അവരുടെ കൂടെ എന്ത് ചെയ്യുന്നുണ്ട്, ജോയിൻ ചെയ്യുന്നുണ്ട്. ഇതേ സമയത്ത് മിമിയും ഡൗഗ്ലാസിനെയും നമ്മൾ കാണുന്നുണ്ട്. മിമിയുടെ ഓഫീസിൻ്റെ പുറത്തൊരു മരം നിൽപ്പുണ്ട്. ഒരു ദിവസം രാത്രി മരത്തിനെ ആരോ മുറിക്കുന്നുണ്ട്. ആ ഒരു പ്രശ്നത്തിൻ്റെ പേരിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രൊട്ടസ്റ്റൊക്കെ നടക്കുന്നുണ്ട്. അതിൻ്റെ പേരിൽ ആ ഒരു കാര്യത്തിൽ വെച്ചിട്ട് ഇവർ രണ്ടുപേരും കൂടി എന്ത് ചെയ്യുന്നുണ്ട്, മീറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് അവർ ഒരുമിച്ച് കുറേ വേരിയസ് ഇവൻറ്റ്സ്, ട്രീസിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള വേരിയസ് ആക്ടിവിറ്റീസിലൊക്കെ അതിന് ശേഷം അവർ ഒരുമിച്ച് പങ്കെടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് അവരെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, ഫിസിക്കലി അബ്യൂസ് ചെയ്യുന്നുണ്ട്. അവരും ഇവൻച്വലി ഈ ലൈഫ് ഡിഫെൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നുണ്ട്. ഇനി നമ്മുടെ നീലിയാണെങ്കിൽ സ്വന്തമായിട്ടൊരു കമ്പനിയൊക്കെ തുടങ്ങി ഫെൻറ്റാസ്റ്റിക്കലി വെൽത്തി ആവുന്നുണ്ട്.
സക്സസ്ഫുൾ ആവുന്നുണ്ട് വിത്ത് ഹിസ് ഇമ്മേഴ്സീവ് മാസ്റ്ററി ഗെയിംസ്. ഒരുപാട് റിച്ചറായിട്ടുള്ള കോംപ്ലെക്സ് ആയിട്ടുള്ള വേൾഡ്സ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് വിത്ത് ഹിസ് കോഡിങ്. ഇനി പെട്രീഷ്യയുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരു ബെസ്റ്റ് സെല്ലിംഗ് ബുക്ക് എഴുതിയിട്ടുണ്ട് പെട്രീഷ്യ, ദ സീക്രട്ട് ഫോറസ്റ്റ് എന്ന് പറഞ്ഞിട്ട്. അതിൽ ട്രീസ് എങ്ങനെയാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് എന്നതിനെ പറ്റിയൊക്കെയാണ് ആ ബുക്ക് സംസാരിക്കുന്നത്. ആഡം ആണെങ്കിൽ ഡിസൈഡ് ചെയ്യുന്നുണ്ട് ടു റൈറ്റ് ഹിസ് ഡിസേർഷൻ ഓൺ ദ സൈക്കോളജിക്കൽ പ്രൊഫൈൽസ് ഓഫ് എൻവയോൺമെൻറ്റൽ ആക്ടിവിറ്റീസ്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂയിങ് പീപ്പിൾ, ആൾക്കാരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട്. ഡൊറോത്തിയും റേയും ആണെങ്കിൽ ഒരു കുഞ്ഞിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുക, പക്ഷേ അവർക്കത് കുട്ടീനെ കിട്ടുന്നില്ല. അങ്ങനെ അവരുടെ ബന്ധം ഒരു ഡിസാസ്റ്റിഫിക്കേഷനിലേക്ക് മൂവ് ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ അതിൽ നിന്ന് ഒന്ന് ശ്രദ്ധ മാറാൻ വേണ്ടിയിട്ട് ദേ സ്റ്റാർട്ട് ഡൈവിങ് ഇൻ ടു റീഡിങ്. അതുപോലെ തന്നെ വേറെ കുറേ ഹോബീസിലൊക്കെ അവർ എന്ത് ചെയ്യണം, ഇൻഡൽജ് ചെയ്യുകയാണ്. ആൻഡ് സൂൺ ഡൊറോത്തിക്കൊരു വേറൊരു അഫെയറൊക്കെ സ്റ്റാർട്ട് ആവുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നത് നിക്കും ഒലീവിയയും ഒരു പ്രൊട്ടസ്റ്റ് വോളണ്ടറി ചെയ്യുന്നതാണ്. അതായത് ഈ റെഡ്വുഡ് ട്രീസ് തടിയാക്കുന്നത് അല്ലെങ്കിൽ മുറിച്ച് മരം കഷ്ണമാക്കുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെന്ത് ചെയ്യുക, ഇതിൻ്റെ ബ്രാഞ്ചസിൽ സ്കോട്ട് ചെയ്യുക, പതുങ്ങിയിരിക്കുകയാണ് ചെയ്യുന്നത്. അങ്ങനൊരു പ്രൊട്ടസ്റ്റ് എന്ത് ചെയ്യുകയാണ്, അവർ വോളണ്ടറി ചെയ്യുകയാണ്. അപ്പോൾ തുടങ്ങുമ്പോൾ വിചാരിക്കുന്നത് കുറച്ച് ദിവസത്തേക്ക് ഉണ്ടാവുള്ളൂ ഈ ഒരു പ്രൊട്ടസ്റ്റ് എന്നാണ്. പക്ഷേ അത് കുറേ മാസം എന്ത് ചെയ്യാണ്, എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അങ്ങനെ അവർ ആ ഒരു ട്രീയുടെ ഇടയിൽ അല്ലെങ്കിൽ മരങ്ങളുടെ ഇടയിൽ ഒറ്റയ്ക്ക് ജീവിക്കുക എന്നുള്ള ആ ഒരു കാര്യവുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വരുന്നുണ്ട്. അതുപോലെ ആ ഒരു സമയത്ത് തന്നെ നമ്മുടെ ഒരു ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു. അതായത് ഈ ലോഗിങ് റൈറ്റ്സിനെ പറ്റിയിട്ടുള്ള ഒരു ട്രയൽ നടക്കുന്നുണ്ടായിരുന്നു. ആ ട്രയലിലേക്ക് പെട്രീഷ്യയെ ഒരു എക്സ്പേർട്ട് വിറ്റ്നസ്സായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഇൻവൈറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. അങ്ങനെ അവൾക്ക് ഈ തടി മുറിക്കുന്നതിനെ ടെമ്പറലി നിർത്തിവെക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നുണ്ട്. ഈ സമയത്ത് റേയും ഡൊറോത്തിയും തമ്മിൽ എപ്പോഴും വഴക്കാണ്. അവൾക്ക് ഡിവോഴ്സ് വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് റേയ്ക്ക് ഒരു ബ്രെയിൻ അനോറിസം സംഭവിക്കുന്നുണ്ട് ആൻഡ് ഓൾമോസ്റ്റ് ഡൈസ്. മിമ്മി ആണെങ്കിൽ ഇപ്പോൾ ലേറ്റസ്റ്റ് അറസ്റ്റുമായിട്ട് സംബന്ധിച്ച് അവളുടെ ജോലിയിൽ നിന്ന് അവളെ പുറത്താക്കുകയും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നിക്കും ഒലീവിയയും ഓൾമോസ്റ്റ് 1 വർഷമായിട്ട് ഈ ട്രീസിൻ്റെ ഇടയിലാണുള്ളത്. ആ സമയത്ത് ആഡം ഇവരെ ജോയിൻ ചെയ്യുകയാണ്, ഇവരെ ഇൻ്റർവ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. ആ സമയത്ത് അവിടെ ഒരു ഹെലികോപ്റ്റർ ഉണ്ടായിരുന്നു. ആ ഒരു ഹെലികോപ്റ്റർ അവരെ ത്രെട്ടൻ ചെയ്യുന്നുണ്ടായിരുന്നു. ആൻഡ് ദേ ഫൈനലി കം ഡൗൺ. തോൽവി സമ്മതിക്കുന്നുണ്ട്. പക്ഷേ എന്ത് ചെയ്യുന്നുണ്ട്, ഇവരെ 3 പേരെയും ജയിലിലേക്ക് അയക്കപ്പെടുന്നുണ്ട്. ട്രീസിനെ കട്ട് ഡൗൺ ചെയ്യുന്നുണ്ട്. അതിനുശേഷം ആഡവും ഈ ലൈഫ് ഡിഫെൻസ് ഫോഴ്സിൽ ജോയിൻ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ ഇവരുടെ ഈ ഗ്രൂപ്പ് വേറൊരു ഗ്രൂപ്പുമായിട്ട് ജോയിൻ ചെയ്യുന്നത് കാണുന്നുണ്ട്. വേറൊരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഒരു പുതിയ കമ്മ്യൂണിറ്റിയാണ്. അവർ ഒറിഗോണിൽ ഇതുപോലെ മരങ്ങൾ മുറിക്കുന്നതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ഗ്രൂപ്പ്, ഒരു കമ്മ്യൂണിറ്റിയാണ്. അപ്പോൾ ഇവരുടെ ഗ്രൂപ്പ് ആ കമ്മ്യൂണിറ്റിയുമായിട്ട് ജോയിൻ ചെയ്യുന്നുണ്ട്. അവരുടെ ലേറ്റസ്റ്റ് ഒക്കുപേഷൻ ഈസിലി ഡിഫീറ്റഡ് ആവുന്നുണ്ട്. അവരുടെ മെമ്പേഴ്സിനൊക്കെ ഇഞ്ചുറീസൊക്കെ പറ്റുന്നുണ്ട്. ഈ സമയത്ത് ഇവർ, അതായത് മിമി, ഡോഗ്ലാസ്, ഒലീവിയ, നിക്ക്, ആഡം ഇവരെല്ലാം കൂടെ ചേർന്നിട്ട് ഒരു തീരുമാനമെടുക്കുന്നുണ്ട്. അവർ പുതിയൊരു ക്യാമ്പയിൻ എന്ത് ചെയ്യാണ്, കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പോവുകയാണ്. പുതിയ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ ഈ ലോഗിങ് എക്യുപ്മെൻറ്റ്സ് ഉണ്ടല്ലോ, മരം മുറിക്കാൻ യൂസ് ചെയ്യുന്ന എക്യുപ്മെൻറ്റ്സ്, അതിനെയൊക്കെ ബേൺ ചെയ്യുക എന്നുള്ളൊരു ക്യാമ്പയിനിലാണ് അവരെത്തുന്നത്. അങ്ങനെ ഇദാഹോയിൽ വെച്ചിട്ട് അവരുടെ ലാസ്റ്റ് ഒരു ജോബ് അല്ലെങ്കിൽ ലാസ്റ്റ് മിഷൻ അവർ കംപ്ലീറ്റ് ചെയ്യാൻ തീരുമാനിക്കുകയാണ്. അവരൊരു എക്സ്പ്ലോഷനൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട്. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി അവർ പ്ലാൻ ചെയ്ത സമയത്തിന് മുന്നേ എക്സ്പ്ലോഷൻ നടക്കുന്നുണ്ട്. ആ എക്സ്പ്ലോഷനിൽ ഒലീവിയയ്ക്ക് ഭയങ്കരമായിട്ട് മോർട്ടലി എന്ത് ചെയ്യാണ്, പരിക്കുകൾ പറ്റുന്നുണ്ട്. ബാക്കിയുള്ള മെമ്പേഴ്സൊക്കെ അവരെ ഹെൽപ്പ് ചെയ്യാനൊക്കെ ശ്രമിക്കുന്നുണ്ട് ഒലീവിയെ. പക്ഷേ ഒലീവിയ മരിക്കുമ്പോൾ ഈ ഒരു ഫ്ലെയിംസിൽ ഒലീവിയ ബോഡിയും അവർ വച്ചിട്ട് അവരവിടെ നിന്ന് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. ഇങ്ങനെ ഒലീവിയയുടെ മരണശേഷം ഈ ഗ്രൂപ്പ് പിരിഞ്ഞു പോകുന്നുണ്ട്. ഗ്രൂപ്പിലെ മെമ്പേഴ്സൊക്കെ പല വഴിക്ക് പോകുന്നുണ്ട്. ചിലരൊക്കെ പേര് മാറ്റിയിട്ട് പുതിയ ജീവിതം തുടങ്ങുന്നുണ്ട്. ചിലരൊക്കെ ഒളിവിൽ പോകുന്നുണ്ട്. ആഡം അവൻ്റെ ഗ്രാജുവേറ്റ് സ്കൂളിലേക്ക് തിരിച്ചു വന്നിട്ട് പഠനം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. പിന്നീട് അവൻ ഒരു റെസ്പെക്റ്റഡ് പ്രൊഫസറായിട്ട് മാറുന്നുണ്ട്. നിക്ക് ഒരു ട്രാൻസിയൻ ലൈഫാണ് ചൂസ് ചെയ്യുന്നത്. അയാളെപ്പോഴും ഒലീവിയയുടെ അടുത്തു നിന്ന് ഒരു മെസ്സേജ് കിട്ടുമെന്ന് വിചാരിച്ചിരിക്കുകയാണ്, ലോങ്ങിങ് ഫോർ എ മെസ്സേജ് ഫ്രം ഒലീവിയ. അതുപോലെ അയാളിപ്പോഴും ആക്ടിവിസ്റ്റ് ആർട്ടൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. മിമി ആണെങ്കിൽ അവളുടെ പേര് മാറ്റിയിട്ട് സാൻ ഫ്രാൻസിസ്കോയിലൊരു തെറപ്പിസ്റ്റായിട്ട് ജീവിക്കുകയാണ്. അവളുടെ തെറാപ്പി സ്പെഷ്യലൈസ് ചെയ്യുന്നത് പേഷ്യൻറ്റുമായിട്ടുള്ളൊരു സസ്റ്റെയിൻഡ് ഐ കോണ്ടാക്റ്റ് മെയിൻറ്റെയിൻ ചെയ്ത് അതിലൂടെ ഉള്ളൊരു തെറാപ്പിയിലാണ് അവൾ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്. ഡൗഗ്ലാസ് ആണെങ്കിൽ ഒരു മൊൻറ്റാന എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ഒരു ഗോസ്റ്റ് ടൗണിലെ ഒരു കെയർ ടേക്കറായിട്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോവുകയാണ്.
ഈ സമയത്ത് ഡൊറോത്തി ആണെങ്കിൽ നമ്മുടെ റേയ്ക്ക് ആനീറിസം വന്നതിന് ശേഷം അയാളെയൊക്കെ ടേക്ക് കെയർ ചെയ്ത് ജീവിതം മുന്നോട്ട് പോവുകയാണ്. അയാൾക്കാണെങ്കിൽ മൂവ് ചെയ്യാനോ സംസാരിക്കാനോ ഒന്നും സാധിക്കില്ല. അവരൊരുമിച്ച് അവരുടെ ബാക്ക് യാർഡിൽ ഒരു പ്ലാൻ ലൈഫൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് പ്ലാന്റ്സിനെയൊക്കെ പറ്റി ഐഡൻറ്റിഫൈ ചെയ്യാനും പഠിക്കാനും ഒക്കെ സമയം മാറ്റി വച്ചിരിക്കുകയാണ്. പെട്രീഷ്യ ആണെങ്കിൽ ഒരു വോൾട്ട് തുടങ്ങിയിട്ടുണ്ട്. അവിടെ എക്സ്റ്റിങ്ക്റ്റ് ആവാൻ പോകുന്ന പ്ലാന്റ്സിൻ്റെ സീഡ്സിനെയൊക്കെ അവൾ പ്രിസർവ് ചെയ്യുന്നുണ്ട്. പിന്നെ വേൾഡ് വൈഡ് ട്രാവൽ ചെയ്യുന്നുണ്ട്. ട്രാവൽ ചെയ്യുന്നത് 2 കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ്. ഒന്നാമത് അവളുടെ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ടും രണ്ടാമതായിട്ട് പുതിയ സ്പെസിമെൻസ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. ഇനി നീലയാണെങ്കിൽ അവളുടെ മാസ്റ്ററി ഗെയിംസിലൊക്കെ അവൾ കുറച്ച് ഡിസാറ്റിസ്ഫൈഡ് ആയിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും ചെയ്യണം എന്നാണ് അവൾ ചിന്തിക്കുന്നത്. അവളൊരു പുതിയ ഗെയിം ചെയ്യാൻ വേണ്ടിയിട്ട് തിങ്ക് ചെയ്യുകയാണ്. പുതിയ ഗെയിം എന്ന് പറഞ്ഞാൽ ലേണിംഗ് ടു പ്രിസർവ് ദ നേച്ചുറൽ വേൾഡ് ആസ് ഇറ്റ് ഇസ് റിയലി ഈസ് ഓൺ ദ എർത്ത്. നമ്മുടെ എർത്തിലുള്ള നാച്ചുറൽ വേൾഡിനെ അതുപോലെ തന്നെ പ്രിസർവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗെയിം ഇൻവെൻറ്റ് ചെയ്യണം എന്നാണ് അവളിപ്പോൾ ചിന്തിക്കുന്നത്. ഡഗ്ലാസിൻ്റെ ജോബിൽ ഒരു ടൂറിസ്റ്റ് അയാളുടെ ജേർണൽ ഫൈൻഡ് ചെയ്തിട്ട് അതിനെ കത്തിച്ചു കളഞ്ഞു എന്നൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നമ്മുടെ മീമിയെ അറസ്റ്റിൽ നിന്ന് സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡഗ്ലാസ് ആദവുമായിട്ട് അക്കമ്പനി ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിക്കുന്നുണ്ട്. നീലയാണെങ്കിൽ അവരുടെ കമ്പനി ബ്രേക്ക് ചെയ്തിട്ട് പുതിയ ഒരു ഗെയിമിൽ വർക്ക് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അവർ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് യൂസ് ചെയ്തിട്ട് എർത്തിൻ്റെ ബയോമിനെ പറ്റിയുള്ള കാര്യങ്ങൾ പഠിക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അതുപോലെ തന്നെ പെട്രീഷ്യയെ ഒരു ടോക്കിന് വേണ്ടിയിട്ട് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു ക്രൗഡിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ക്രൗഡ് ഓഫ് ലൂമിനറീസ് ആണ്. ആ സ്പീച്ചിൽ വെച്ചിട്ട് അവൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് എന്ന് വെച്ചാൽ നമ്മൾ മനുഷ്യർക്ക് വേൾഡിനെ സേവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും എന്ന കാര്യമാണ്. അതിനൊരു ഉത്തരം എന്നോണം അവൾ ആൾക്കാരുടെ മുന്നിൽ വെച്ചിട്ട് എന്ത് ചെയ്യാണ്, ആത്മഹത്യ ചെയ്യാനാണ് ഉദ്ദേശിച്ചിരുന്നത്. പക്ഷേ ആ ക്രൗഡിലുണ്ടായിരുന്ന നമ്മുടെ നീലയെ അവളെ സ്റ്റോപ്പ് ചെയ്യുകയാണ്. ആഡമാണെങ്കിൽ അയാളുടെ കുറ്റങ്ങളെല്ലാം ഏറ്റുപറഞ്ഞ് അയാൾക്ക് 140 വർഷത്തെ ജയിൽവാസം ലഭിക്കുന്നുണ്ട്. ഇനി റേയും ഡൊറോത്തിയും എന്ത് ചെയ്യാണ്, അവരുടെ ബാക്ക് യാർഡിൽ ആ ട്രീസൊക്കെ വളരുന്നത് കാണാൻ വേണ്ടിയിട്ട് അവരുടെ ലൈഫിനെ ഒന്ന് സ്ലോ ഡൗൺ ചെയ്യാൻ തീരുമാനിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇതെല്ലാം കട്ട് ചെയ്ത് കളയാൻ അവർക്ക് വരുന്ന എക്സ്റ്റേണൽ പ്രഷേഴ്സിനെയൊക്കെ അവർ റെസിസ്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മീമി ഇപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുന്നുണ്ട്. ആഡവും ഡഗ്ലാസും തനിക്ക് വേണ്ടി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്ന കാര്യം അവൾ റിയലൈസ് ചെയ്യുകയാണ്. അതുപോലെ തന്നെ സിറ്റി പാർക്കിൽ ഒരു പൈൻ ട്രീയുടെ ചോട്ടിൽ വെച്ചിട്ട് അവൾക്കൊരു കൈൻഡ് ഓഫ് എൻലൈറ്റ്മെൻറ്റ് കൈവരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾക്ക് അവളുടെ ചുറ്റുമുള്ള എല്ലാ ട്രീസിൻ്റെയും സൗണ്ട് കേൾക്കാൻ പറ്റുന്നുണ്ട്. കാരണം അവൾക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടിയല്ലോ. നിക്കാണെങ്കിൽ അയാളുടെ ആർട്ടുമായിട്ട് മുന്നോട്ട് പോവുകയാണ്. അയാളൊരു ഇനോർമസ് സ്കൾപ്ചർ എന്ത് ചെയ്യാണ്, ഫിനിഷ് ചെയ്യുകയാണ്. ഈ സ്കൾപ്ചർ സ്പേസിൽ നിന്ന് നോക്കിയാൽ എങ്ങനെയാണ് ഉണ്ടാവുക, ഒരു വേർഡാണ്, ഒരു വാക്കാണ്. സ്റ്റിൽ എന്ന് പറയുന്ന വാക്കാണ് എന്താണ് അയാൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സ്റ്റോറി എന്ത് ചെയ്യുന്നത്, അവസാനിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സമ്മറി മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. Thank you for listening and have a nice day.